ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടിപ്പ് സെക്ഷനിൽ പെടുത്താവുന്ന ഒന്നാണ്. അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കിട്ടണമെങ്കിൽ തേങ്ങ ഉണക്കി കൊപ്ര മില്ലിൽ കൊണ്ടുപോയി ആട്ടിയൊക്കെ എടുക്കണം. അത് പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും എപ്പോഴും നമുക്കത് പോസിബിൾ ആയിട്ടുള്ളതല്ല അല്ലേ. ഇപ്പോൾ ഞാനുൾപ്പെടെ ഇപ്പോൾ മിക്കവാറും പേര് എണ്ണ വാങ്ങി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ അപൂർവമായിട്ട് ഞങ്ങൾ ആട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ ഈ ചാനലിൽ വന്ന് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുവാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് എന്ന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. മില്ലിൽ നിന്ന് കൂടുതൽ എണ്ണ ഒന്നിച്ച് വാങ്ങുന്നവരും ആട്ടിച്ചെടുക്കുന്നവരും എല്ലാവരും തന്നെ എണ്ണ ഒന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ച് അതിൽ വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ എണ്ണ പൂക്കാതെ കൂടുതൽ നാൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് പരന്ന ചരുവത്തിൽ ഒഴിച്ച് നല്ല വെയിലത്ത് വയ്ക്കുക. ഇപ്പോൾ 1 കിലോ എണ്ണ വാങ്ങുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല, കാരണം നമ്മളത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കനച്ചു പോകുന്ന ഇഷ്യൂസൊന്നും വരാറില്ല അല്ലേ. ഇപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇപ്പോൾ മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 5 കിലോ ഒക്കെ വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 2-3 ഡേയ്സ് വെള്ളം വറ്റിച്ച് വെക്കുക. പിന്നെ നമുക്ക് എണ്ണ ഫ്രഷായിട്ട് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ സെപ്പറേറ്റ് ബോട്ടിൽ വെക്കുക. മഴക്കാലത്ത് വെയിലത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. വെയിൽ കുറച്ചെങ്കിലും കൊള്ളിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ കുരുമുളക് മണിയുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് ഈ എണ്ണയിൽ ഇട്ട് വയ്ക്കുക. എത്രത്തോളം നമ്മൾ എണ്ണ എടുക്കുന്നു എന്നതിനനുസരിച്ച് കുരുമുളക് മണിയുടെ അളവ് ക്രമീകരിക്കുക. പണ്ടൊക്കെ എല്ലാ വീടുകളിലും കൃഷിയും കൊയ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അന്നൊക്കെ ചെയ്തിരുന്നത് 4-5 നെൽമണികൾ എടുത്തിട്ട് എണ്ണയിലിട്ട് വെക്കുകയായിരുന്നു. അപ്പോഴും എണ്ണ ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഇന്ദുപ്പുണ്ടെങ്കിൽ അത് ഇട്ട് വയ്ക്കുക. അപ്പോൾ എണ്ണ കനച്ചു പോകാതിരിക്കും. ഞാനിവിടെ 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്, 3 ടിപ്സ് പറഞ്ഞു. അതിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഏതാണോ അത് ഫോളോ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് കുരുമുളക് മണിയാണ്, കാരണം ഞങ്ങളുടെ വീട്ടിൽ കുരുമുളക് ഉണ്ട്, അപ്പോൾ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളക് ആണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ എണ്ണയിലുള്ള വെള്ളത്തിൻ്റെ അംശം കുരുമുളക് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്താണ് ഉപയോഗിക്കുന്നത് അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ല ഫ്രഷായിട്ടിരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എണ്ണകളെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. അത് മുഴുവനും മായം ചേർന്നതാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും, പക്ഷേ കുറേ എണ്ണകൾ മായം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശുദ്ധമായ എണ്ണ നമ്മൾ കറുതാളിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലൊരു മണം വരും വെളിച്ചെണ്ണയുടെ. മായം ചേർന്ന എണ്ണയ്ക്ക് ആ ഒരു സ്മെല്ല് വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വാങ്ങുമ്പോൾ ആ ബ്രാൻഡ് നമ്മൾ വാങ്ങാതെ മറ്റ് ബ്രാൻഡ് യൂസ് ചെയ്ത് നോക്കുക അതെങ്ങനെയാണെന്ന്. അപ്പോൾ പരമാവധി നമുക്ക് ശുദ്ധമായത് തന്നെ ഉപയോഗിക്കാനായിട്ട് ആ രീതിയിൽ ചെക്ക് ചെയ്താൽ സാധിക്കും. നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. കുപ്പിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. മായമുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അത് പാളികളായിട്ട് വരും. അതായത് ശുദ്ധമായ എണ്ണയും മായം കലർന്ന എണ്ണയും സെപ്പറേറ്റ് ചെയ്ത് തിരിഞ്ഞു നിൽക്കും. മനസ്സിലായോ? ഒലിവ് ഓയിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ മായം ചേർന്ന എണ്ണ സെപ്പറേറ്റ് ആയിട്ട് കാണും. നമ്മൾ വീട്ടിൽ ഉണക്കിയ കൊപ്ര ആട്ടിയ എണ്ണ നല്ല വെള്ള നിറത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ എണ്ണ ആട്ടി കഴിയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നു, അയ്യോ എന്ത് നല്ല കളറാണ്, വെളിച്ചെണ്ണയുടെ പ്യുവർ കളർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ കൊപ്ര ആട്ടി കഴിഞ്ഞുള്ള വെളിച്ചെണ്ണയ്ക്കാണ് അല്ലേ. കടയിൽ നിന്ന് വാങ്ങിയത് എപ്പോഴും നല്ല വെള്ള കളർ തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കളർ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു മഞ്ഞ കളർന്ന നിറത്തോടുകൂടി ആയിരിക്കും. ഞാനിവിടെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊപ്ര നല്ല വെയിലത്തൊക്കെ ഇട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്യണത് അല്ലേ. ബിസിനസ്സുകാർ ചെയ്യുമ്പോൾ വേഗത്തിൽ ഉണങ്ങി കിട്ടാനായിട്ട് പകൽ അവർ വെയിലത്തിടാറുണ്ടായിരിക്കും എന്ന് കരുതുന്നു. പക്ഷെ രാത്രി മിക്കവാറും ഡ്രയറിലിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. ഡ്രയറിൽ ഉണക്കി എടുക്കുന്ന കൊപ്ര ആട്ടി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ ആ പ്യുവർ കളർ കിട്ടത്തില്ല. ചെറിയൊരു മഞ്ഞ കലർന്ന കളറായിരിക്കും. ഉണക്കിലുള്ള ഒരു വ്യത്യാസമാണ് വെളിച്ചെണ്ണയുടെ ആ ഒരു നിറം വ്യത്യാസത്തിന് കാരണം. അപ്പോൾ അതിൽ മായം ചേർന്നാണെന്ന് സംശയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളവർ വീട്ടിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. കൊപ്ര ആട്ടിക്കൊണ്ടുവരുന്ന എണ്ണ നമ്മൾ
വെയിലത്ത് വെച്ച് നമ്മളതിൻ്റെ ജലാംശം കളയുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് മട്ട് പോലെ കാണും. അത് എടുത്ത് കളയുകയല്ല വേണ്ടത്, നമ്മൾ വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പിട്ട് വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് തെളിഞ്ഞ് നമുക്ക് കുറേ എണ്ണ കിട്ടും. ആ രീതിയിൽ കിട്ടിയ എണ്ണയാണിത്. നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കാൻ നേരത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചോർപ്പ് കാണത്തില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം വെട്ടിക്കളയുക. എന്നിട്ട് നമുക്ക് ചോർപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സോസ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോട്ടിലാണ്. ഇപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും കാണും. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ എങ്കിലും കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ ഈ വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ബൈ ആനി എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ നിർദ്ദേശങ്ങളും തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരോടായിട്ട് ഒരു കാര്യം, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്ക് കൂടുതലായിട്ട് അത് ആ കറക്ഷൻസൊക്കെ വരുത്തി പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.